നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് സ്വീകരണമൊരുക്കി എടക്കര പഞ്ചായത്ത്. സ്ഥാനാർത്ഥിയെ ഓരോ ഇടങ്ങളിലും വൈകാരിക മുഹൂർത്തങ്ങൾക്ക് കൂടി വേദിയാക്കിയാണ് പ്രചരണം കടന്നുപോയത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിയ ആയിരങ്ങൾക്ക് പുറമെ സ്ഥാനാർത്ഥിയെ കാണാൻ വഴിയോരങ്ങളിലും കാത്തുനിന്നത് നിരവധി പേരാണ്. കാണുവാനും കേൾക്കുവാനുമായി എടക്കര പഞ്ചായത്തിലെ ഓരോ കേന്ദ്രങ്ങളിലും തിരക്കേറി വന്നു. സ്ഥാനാർത്ഥി എത്തിയതോടെ കൈ ചേർത്തുപിടിച്ച് അഭിവാദ്യം നൽകി. ഓരോ സ്വീകരണ കേന്ദ്രത്തിലേക്കുമുള്ള യാത്രകളിലും തന്നെ കാണാൻ കാത്തിരുന്നവരെ ചേർത്തുപിടിക്കുവാനും അദ്ദേഹം മറന്നില്ല. വെള്ളാരുക്കുന്ന്, മുസ്ലിയാരങ്ങാടി, തെയ്യത്തുംപാടം, നല്ലതണ്ണി എന്നിങ്ങനെ ഓരോ പ്രദേശങ്ങളിലും നിശ്ചയിച്ചതിലും മണിക്കൂറുകൾക്കു മുന്നേ സ്വരാജിനായി ജനങ്ങൾ തടിച്ചുകൂടി. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നാണ് LDF സർക്കാരിന്റെ ലക്ഷ്യമെന്നും വളരുന്ന നിലമ്പൂർ യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷം വിജയിക്കണമെന്നും സ്വരാജ് പറഞ്ഞു. വിശ്വസിക്കാവുന്ന മുന്നണിയാണ്, വിശ്വസിക്കാവുന്ന സർക്കാരാണ് ഇടതുപക്ഷത്തിൻ്റെതെന്ന് സാധാരണക്കാരായ മനുഷ്യർ തിരിച്ചറിയുന്നുണ്ട്. ക്ഷേമ പെൻഷൻ കൊടുത്തും വീടില്ലാത്തവർക്ക് വീട് കൊടുത്തും മറ്റെല്ലാ ക്ഷേമ പദ്ധതികൾക്കും നേതൃത്വം കൊടുത്തും മുൻപോട്ട് പോകുന്ന ഇടതുപക്ഷത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് കാണാനാവുക. സ്വരാജിന്റെ പ്രചരണാർത്ഥം എടക്കരയിലെത്തിയ ചലച്ചിത്ര താരം കുഞ്ഞികൃഷ്ണൻ ചെറുവത്തൂർ നിലമ്പൂരിൽ LDFന്റെ വിജയപ്രതീക്ഷ പങ്കുവച്ചു. ജനങ്ങളുടെ ഇടയിൽ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഒരു പുതിയ ട്രെൻഡാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്കൊരു തോന്നലുണ്ടായിട്ടുള്ളത്. ഈ മണ്ഡലത്തിൽ വന്നപ്പോൾ വല്ലാത്ത ആവേശവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയോടുള്ളൊരു താല്പര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വോട്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ബാക്കി എല്ലാ ആളുകളും മറന്നുപോകും. വർഗീയതയെയും വിവാദങ്ങളെയും ആയുധമാക്കി UDFും NDAയും മത്സരിക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയവും വികസനവും പറഞ്ഞാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൈരളി ന്യൂസ്, നിലമ്പൂർ. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സ്വാലിഹ് കൂടി ചേരുകയാണ്. സ്വാലിഹ്, അങ്ങനെ സ്വന്തം നാടിൻ്റെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിയാണ് LDF സ്ഥാനാർത്ഥി പ്രചരണം തുടരുന്നത്. ഇന്നിപ്പോൾ പഞ്ചായത്തിലെ വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഏതൊക്കെ തരത്തിലാണ് പ്രചരണ രംഗത്ത് നിലനിൽക്കുന്ന വിഷയങ്ങൾ? UDF പ്രതിസന്ധിയിലാകുന്ന ഘട്ടം കൂടി. അജിംഷാദ, ഇന്ന് എടക്കര പഞ്ചായത്തിലാണ് LDF സ്ഥാനാർത്ഥി ഉള്ളത്. UDF സ്ഥാനാർത്ഥി ഇന്ന് നഗരത്തിൽ കാര്യമായ പ്രചാരണ പ്രവർത്തനങ്ങളില്ല. ഇന്ന് അതോടൊപ്പം തന്നെ ചില നേതാക്കളെയൊക്കെ കാണുന്ന തിരക്കിലാണ്. NDA സ്ഥാനാർത്ഥിയും മലയോര മേഖലയിലാണ് പ്രചാരണം നടത്തുന്നത്. PV അൻവറും ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രചാരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചയാവുന്നത്. ഈ UDFന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. KC വേണുഗോപാലും അതോടൊപ്പം തന്നെ അതിനെ പിന്തുണച്ച് പിന്നീട് പ്രതിപക്ഷ നേതാവുമൊക്കെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ഇത് മണ്ഡലത്തിൽ സജീവ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1,00,000-ഓളം ആളുകൾ മണ്ഡലത്തിൽ മാത്രം ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ട്. അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന സ്വാഭാവികമായും മണ്ഡലത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന ഒരു പ്രതീക്ഷ ഇടതുമുന്നണി പ്രവർത്തകർക്കെല്ലാം ഇപ്പോഴുണ്ട്. അജിംഷാദ്. ശരി, സ്വാലിഹാണ് ഇപ്പോഴത്തെ നിലമ്പൂരിലെ പ്രചരണത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.